വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിനെയാണ് ഇക്കാര്യം അറിയിച്ചത്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. നിലവിലെ മാനദണ്ഡങ്ങൾ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിനെയാണ് ഇക്കാര്യം അറിയിച്ചത്. വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുമ്പോൾ അത് സംസ്ഥാനത്തു നിന്നുള്ള എംപിമാർ പാർലമെന്റിലടക്കം ഉന്നയിച്ച ആവശ്യത്തിനുള്ള മറുപടി കൂടിയാണ്. നിലവിലെ SDRF, NDRF മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന കത്തിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ചൂണ്ടിക്കാട്ടുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് 388 കോടി രൂപ കേരളത്തിന് മുൻകൂറായി നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ 394.99 കോടി രൂപയുടെ നീക്കിയിരിപ്പുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചതായും കേന്ദ്രം കൂട്ടിച്ചേർത്തു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രിതല സംഘത്തെ പഠനത്തിനായി നിയോഗിച്ചുവെന്നും ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചുവെന്നും കത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.